ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ രാവിലെയുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ അതേപോലെ നമ്മൾ വീട്ടമ്മമാർക്ക് വളരെ പ്രധാനപ്പെട്ടൊരു ഇൻഫർമേഷൻ കൂടി ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അപ്പം തന്നെ ഒരു ലൈക്ക് തരിക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിതാ നൂൽപുട്ടാണ് റെഡിയാക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. നമ്മളെ പത്തിരിപ്പൊടി, നൂൽപുട്ട് അങ്ങനത്തെ ഒന്നും ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പൊടിയില്ലേ, ഡബിൾ ഹൗസിൻ്റെ പൊടി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ആ ഒരു പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിതാ ഈ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ ഇങ്ങനെ എണ്ണ പുരട്ടി അതിൽ ഇങ്ങനെ കറക്കിയെടുത്ത് പിന്നെ അതിന് മേലെ കുറച്ച് തേങ്ങയും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ നൂൽപുട്ടുണ്ടാക്കിയെടുക്കാറുള്ള. വേഗം തന്നെ പണിയും കഴിയും. അതുമാത്രമല്ല ഇവിടെ കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ നൂൽപുട്ടുണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഇതാ ഞാനിതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടില്ല. ഇതും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഗ്രീൻ പീസ് കറിയാണ്. പിന്നെ ഇതാ നമ്മളെ നൂൽപുട്ട് മൊത്തത്തിൽ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് പൂ പോലുള്ള നൂൽപുട്ടാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കുട്ടികൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇതാ തലേന്ന് വൈകുന്നേരം എൻ്റെ ഇൻഡോറിലുള്ള കുറച്ച് ചെടികളെല്ലാം മുറ്റത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെയിൽ വരുന്നതിന് മുന്നായിട്ട് അതിൻ്റെ പണികളൊക്കെ കഴിച്ച് ഉള്ളിലേക്ക് തന്നെ എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ്. രാവിലെയുള്ള ആ ഒരു ജഗപോക തിരക്കുകളൊക്കെ കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം ചെടികളോടൊക്കെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ ഉണ്ടാവുക. കട്ട് ചെയ്ത് ലെവലാക്കാനുള്ള ചെടികളൊക്കെ കട്ട് ചെയ്ത് പിന്നെ അതിന് വെള്ളം കൊടുക്കലും പിന്നെ ഉള്ളിലേക്ക് എടുത്ത് വെക്കാൻ ചെടികളുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്യാൻ. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ആദ്യമുള്ള വ്ളോഗെല്ലാം കാണുന്നവർക്ക് അറിയുന്നതന്നെയായിരിക്കും ഈ ചെടികളെന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം ചെയ്തെടുക്കട്ടെ. അങ്ങനെ മുറ്റത്തുള്ള ചെടികളൊക്കെ കട്ട് ചെയ്യലും വെള്ളം നനയ്ക്കലും ഉള്ളിലേക്ക് എടുത്തുണ്ടാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നന്നായിട്ട് വെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഉള്ളിലുള്ള ചെടികളൊക്കെ വെയിൽ കൊള്ളാന്നുണ്ടെങ്കിൽ വേഗം തന്നെ അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഉള്ളിലുള്ള ചെടികളെന്നും ഭംഗിയോടെ ആ ഒരു വൃത്തിക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അങ്ങനെ കാണുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ റമദാനോടനുബന്ധിച്ചിട്ടുള്ള നനച്ചുള്ളി പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി ഉണങ്ങാനും വേണ്ടിയിട്ട് വെയിലത്തേക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം ഇങ്ങനെ വീട് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങിയോ അല്ലെങ്കിൽ കഴിഞ്ഞോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ ബാക്കിയുള്ള ക്ലീനിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഇതാ ആ ഒരു സമയത്ത് മുറ്റത്ത് രണ്ടാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിശന്നുകൊണ്ട് വന്നേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ പുറത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ വീട്ടമ്മമാർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മളെ ഈ ഒരു ഗ്യാസ് സ്റ്റൗ എന്ന് പറയുന്നത്. എൻ്റെ ആദ്യമുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾ ഈ ഒരു ഗ്യാസ് സ്റ്റൗ ആയിരിക്കുമല്ലേ കണ്ടിട്ടുണ്ടാവുക. ഒരുപാട് പേര് ചോദിക്കുകയും ചെയ്തതിന് ഞാൻ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഗ്യാസ് സ്റ്റൗ ആണ് കാഫ് എന്ന് പറയുന്നത്. പെട്ടെന്നൊരു ദിവസമില്ലേ രാത്രി എല്ലാ പണികളെല്ലാം കഴിഞ്ഞ് എല്ലാവരും കിടന്ന ആ ഒരു സമയത്ത് 11:30-12 മണി ആ ഒരു സമയത്ത് ഭയങ്കര ഒരു സൗണ്ട് കേട്ടിട്ടാ വീട്ടിൽ നിന്ന്. എല്ലായിടത്തും നോക്കുകയൊക്കെ ചെയ്ത് ഒന്നും കണ്ടില്ല.
പെട്ടെന്ന് കിച്ചണിൽ ലൈറ്റ് ഇട്ടിട്ട് അവിടെ നോക്കിയ സമയത്ത് കണ്ട കാഴ്ച എന്നിട്ടാ ഇത്. നമ്മൾ ഗ്യാസ് സ്റ്റവിലെ ബ്ലാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാണുള്ളത്. ആ ഒരു സമയം വരെ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരറിവും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ ഗ്യാസ് സ്റ്റവ് പൊട്ടിത്തെറിക്കുന്നോ അങ്ങനത്തെ ഒരു ഇതും ഉണ്ടായിരുന്നില്ല. കണ്ട സമയത്ത് ആകെ ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കാഫിൻ്റെ ഹോബ് എന്ന് പറയുന്നത്. പിന്നെ പണികളെല്ലാം കഴിഞ്ഞ് രാത്രി ആയതുകൊണ്ട് എന്തോ ഭാഗ്യത്തിനെന്നോ രക്ഷപ്പെട്ടെന്നോ ഒക്കെ പറയാം. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ചില സമയത്ത് കുക്ക് ചെയ്യുന്ന സമയത്തോ എങ്ങാനും ആണെങ്കിൽ അപകടം ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധ്യതയില്ലേ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക, ശ്രദ്ധിക്കുക. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കുക്ക് ചെയ്ത ഉടനെയോ ചൂടോടെ തന്നെ നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് ഒരിക്കലും കഴുകാൻ പാടില്ല അത്ര ഈ ഒരു ഗ്ലാസിൻ്റെ ഗ്യാസ് സ്റ്റവ് എന്ന് പറയുന്നത്. സത്യം പറയാമല്ലോ, എനിക്കിതിനെക്കുറിച്ച് അറിയുണ്ടായിരുന്നില്ല കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് വീഡിയോസ് ഇതിനെക്കുറിച്ചിട്ടുണ്ട്. ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഒരുപാട് വർഷം ഉപയോഗിച്ച സാധനമാണെങ്കിൽ മാറ്റാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ യൂസ് ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഗ്ലാസിൻ്റെ മേലെയോ അല്ലെങ്കിൽ അറ്റത്തോ ഒന്നും ശക്തിയിൽ അടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഴുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പൊട്ടാൻ വേണ്ടിയിട്ട് സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് എന്നെപ്പോലെ ഇതുവരെ അറിവില്ലാത്തവരാണെങ്കിൽ കാര്യങ്ങൾ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ആ ഒരു പൊട്ടൽ തന്നെ ഒരു ഒന്നൊന്നര സൗണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തുകൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുമ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ നന്നായിട്ട് പേടിച്ചു പോയിട്ടുണ്ടേനും. ഇങ്ങനെയുള്ള ഹുഡും ഹോബും ഒക്കെ വെക്കുന്ന സമയത്ത് കാണാനുള്ള ഭംഗീനേക്കാളും നമ്മളെ സേഫ്റ്റി ആദ്യം ഉറപ്പ് വരുത്തുക. അപ്പോൾ അതാണ് കേട്ടോ എനിക്കിന്ന് പറയാനുള്ളത്. പിന്നെ ഇതാ നമ്മളെ കാഫിൻ്റെ ആ ഒരു കട്ടിങ്ങും സൈസൊക്കെ കറക്റ്റായിട്ട് ഞാൻ ഗ്ലെൻ എന്ന് പറയുന്ന ആ ഒരു ഹോബാണ് കേട്ടോ പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ തലശ്ശേരിയിലുള്ള ഷോപ്പിലും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സൈസിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ആമസോണിൽ നിന്നാണ് ഈ ഒരു ഗ്ലെന്നിൻ്റെ ഹോബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആമസോണിൽ നല്ല റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായവരെന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, ബൈ.